ഒളിഞ്ഞും പാത്തുമുള്ള ഒളിസേവകളുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം പരസ്യമായി തുടങ്ങി. പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു സംഭവമല്ല. മനുഷ്യകുലത്തിന്റെ തുടക്കം മുതൽ ഇത്തരം ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്ന് ചരിത്രതാളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ അന്നെല്ലാം ഒളിഞ്ഞും പാത്തുമായിരുന്നു എന്ന് മാത്രം. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം ഈ ബന്ധത്തിന്റെ ഒളിസേവ രീതിയിലും മാറ്റമുണ്ടായി. എല്ലാം തുറന്ന പുസ്തകമായി മാറിയ ജെൻസി യുഗത്തിൽ അത് ലിവിങ് ടുഗെദർ എന്ന തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 90% സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടാമതൊരു ഇണയുണ്ട് എന്നത് മറച്ചു പിടിക്കപ്പെടുന്ന സത്യമാണ്. എന്നത്തെയും സാമൂഹിക ചുറ്റുപാടുകൾ തന്നെയാകാം അതിന് കാരണമായിരിക്കുന്നത്. അടിമത്തത്തിൽ നിന്നുള്ള അതിജീവനത്തിന്റെ കാലഘട്ടത്തിലും കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഈ കാലഘട്ടത്തിലും സുരക്ഷിതമായ കരങ്ങൾ തേടിയുള്ള സ്ത്രീ പുരുഷ പലായനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്ന് അത് എല്ലാ സീമകളും മറികടന്ന് പുതിയ തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കൊറോണയ്ക്ക് ശേഷം വന്നു ചേർന്ന ചില സാമൂഹിക മാറ്റങ്ങളിൽ പ്രധാനമാണ് കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പിലുണ്ടായ ശോഷണം. ആഫ്റ്റർ കൊറോണ പീരീഡ് എന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹിക മാറ്റം വലിയ തോതിൽ വൈവാഹിക ബന്ധത്തിന്റെ പവിത്രതയെ ഇല്ലാതാക്കി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുന്ന മാതാപിതാക്കളും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് കുറഞ്ഞു തുടങ്ങി. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലും അകൽച്ചയുണ്ടായി. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മറ്റ് ബന്ധങ്ങൾ ഉടലെടുക്കാനും കാരണമായിട്ടുണ്ട്. കൊറോണയ്ക്ക് മുൻപ് പുരുഷന്മാരായിരുന്നു മിക്ക കുടുംബങ്ങളിലെയും വരുമാന സ്രോതസ്. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഉപജീവനത്തിന് വക കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചവരിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. കൊറോണ കാലത്ത് വീടുകളിലേക്ക് കയറിയ പുരുഷന്മാരിൽ നല്ലൊരു പങ്കും പിന്നീട് ജോലിക്കായി ഇറങ്ങാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. മറ്റു ചില പുരുഷന്മാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ അവസ്ഥയിൽ പല വീടുകളിലും സ്ത്രീകളെ ജോലിക്കായി പറഞ്ഞയച്ച് പുരുഷന്മാർ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയും കൊറോണ ആഫ്റ്റർ എഫക്റ്റായി കാണാൻ കഴിയും. ഈ ഗാർഹിക സാഹചര്യം പല കുടുംബങ്ങളിലും കല്ലുകടി ഉണ്ടാക്കിയെന്നത് വസ്തുതയാണ്. ഏതു സാഹചര്യത്തിലും സംരക്ഷിക്കപ്പെടുമെന്ന സ്ത്രീയുടെ വിശ്വാസമാണ് ഇവിടെ തകർന്നത്. ആ സാഹചര്യത്തിൽ സംരക്ഷകരായി എത്തിയവരോടും കരുതൽ നൽകിയവരോടും വന്നു ചേർന്ന വിധേയത്വം ലൈംഗികതയ്ക്ക് അപ്പുറമുള്ള ആത്മബന്ധമായി മാറുകയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം തൊഴിൽ മേഖലയിൽ ഉണ്ടായ കടുത്ത വെല്ലുവിളികളും അഡ്ജസ്റ്റ്മെന്റ് ബന്ധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ മുതൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളിൽ ഉള്ളവർ വരെ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ അവിടെയും തീരുന്നില്ല ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന പുതുതലമുറയുടെ കാഴ്ചപ്പാട്. ലിവിങ് ടുഗെദർ പോലും ഇപ്പോൾ ഒന്നിലധികം പങ്കാളികളിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊതു ഇടങ്ങളിൽ പോലും ജെൻസികൾക്ക് തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നതിന് മടിയില്ല. ആംഗലേയ സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറയും മാറിക്കൊണ്ടിരിക്കുന്നു.